വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ. സ്വർഗരാജ്യം വിളക്കുമെടുത്ത് മണവാളനെ എതിരേൽക്കാൻ പുറപ്പെട്ട 10 കന്യകമാർക്ക് സദൃശ്യം. അവരിൽ 5 പേർ വിവേകശൂന്യരും 5 പേർ വിവേകവതികളുമായിരുന്നു. വിവേകശൂന്യകൾ വിളക്കെടുത്തപ്പോൾ എണ്ണ കരുതിയില്ല. വിവേകവതികളാകട്ടെ വിളക്കുകളോടൊപ്പം പാത്രങ്ങളിൽ എണ്ണയും എടുത്തിരുന്നു. മണവാളൻ വരാൻ വൈകി. ഉറക്കം വരികയാൽ കന്യകമാർ കിടന്നുറങ്ങി. അർദ്ധരാത്രിയിൽ ഇതാ മണവാളൻ പുറത്തു വന്ന് അവനെ എതിരേൽക്കുവിൻ എന്ന ആർപ്പുവിളിയുണ്ടായി. ആ കന്യകമാരെല്ലാം ഉണർന്ന് വിളക്കുകൾ തെളിച്ചു. വിവേകശൂന്യകൾ വിവേകവതികളോട് പറഞ്ഞു, ഞങ്ങളുടെ വിളക്കുകൾ അണഞ്ഞു പോകുന്നതിനാൽ നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരിക. വിവേകവതികൾ മറുപടി പറഞ്ഞു, ഞങ്ങൾക്കും നിങ്ങൾക്കും മതിയാകാതെ വരുമെന്നതിനാൽ നിങ്ങൾ വിൽപ്പനക്കാരുടെ അടുത്തുപോയി വാങ്ങിക്കൊള്ളുവിൻ. അവർ വാങ്ങാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടൊത്ത് വിവാഹ വിരുന്നിന് അകത്ത് പ്രവേശിച്ചു. വാതിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. പിന്നീട് മറ്റ് കന്യകമാർ വന്ന്, കർത്താവേ കർത്താവേ, ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് അപേക്ഷിച്ചു. അവൻ പ്രതിവചിച്ചു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുകയില്ല. അതുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല. മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, തിരുസഭ ഇന്ന് നമുക്ക് വിചിന്തനത്തിനും പ്രാർത്ഥനയ്ക്കുമായി തന്നിരിക്കുന്ന വചനഭാഗം വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങളാണ്. സങ്കീർത്തന പുസ്തകം 78-ാം അധ്യായം 1-2 വചനം പ്രകാരം പറയുന്നു, എൻ്റെ ജനമേ, എൻ്റെ ഉപദേശം ശ്രദ്ധിക്കുക, വാക്കുകൾക്ക് ചെവി തരിക, ഞാൻ ഒരു ഉപമ പറയാം. സങ്കീർത്തൻ്റെ ഈ വചനം അനർത്ഥമാക്കുമാറ് തൻ്റെ ജനതയ്ക്ക്, തൻ്റെ ശ്രോതാക്കൾക്ക് സ്വർഗരാജ്യത്തിൻ്റെ മഹാരഹസ്യങ്ങൾ ഉപമകൾ വഴി, കഥകൾ വഴി പറഞ്ഞു കൊടുക്കുന്ന ഒരു ഈശോയെയാണ് പുതിയ നിയമത്തിൽ നാം കണ്ടുമുട്ടുക. തൻ്റെ ശ്രോതാക്കൾക്കിടയിൽ നിന്നും, തൻ്റെ ജനത്തിൻ്റെ ഇടയിൽ നിന്നും, അവർക്ക് പരിചിതമായ അവരുടെ സംസ്കാരത്തിൽ നിന്നും, അവരുടെ ജീവിത രീതികളിൽ നിന്നും ചെറിയ ചെറിയ ഏടുകൾ അടർത്തിയെടുത്തുകൊണ്ട് സ്വർഗരാജ്യത്തിൻ്റെ മഹാരഹസ്യങ്ങൾ ഈശോ അവർക്ക് പങ്കുവച്ചു കൊടുക്കുന്നു. ഇന്ന് നാം വായിച്ചു കേട്ട വചനഭാഗവും ഇതിൽ നിന്നും ഒട്ടും വിഭിന്നമല്ല. അവരുടെ ഇടയിൽ നിന്നും ഉള്ള വിവാഹ സംസ്കാരത്തിൽ നിന്നും ഒരു ഏട് അടർത്തിയെടുത്തുകൊണ്ട് സ്വർഗരാജ്യത്തിൻ്റെ, പ്രത്യേകിച്ച് അവൻ്റെ 2ാമത്തെ വരവിനെക്കുറിച്ചുള്ള മഹാരഹസ്യം അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. സ്നേഹമുള്ളവരെ, പാലസ്തീനായിലെ വിവാഹ വിരുന്നുകൾ അല്ലെങ്കിൽ വിവാഹ ആഘോഷങ്ങൾ അവർക്ക് വലിയ സന്തോഷത്തിൻ്റെ അവസരങ്ങളാണ്. വധുവിൻ്റെ ഭവനത്തിലേക്ക് ഒരു വിവാഹ ഘോഷയാത്രയായി തന്നെ വരനും കൂട്ടരും പുറപ്പെടുകയാണ്. ഈ വിവാഹ ഘോഷയാത്ര പലപ്പോഴും അവസാനിക്കുന്നത് വൈകുന്നേരങ്ങളിൽ ആയിരിക്കും. നീണ്ട വഴികളാണ് അവർ ഈ ഘോഷയാത്രയ്ക്ക് തിരഞ്ഞെടുക്കുക. കാരണം പരമാവധി സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് ഈ ഘോഷയാത്ര കടന്നു വരിക. ഈ അവസരത്തിൽ വധുവിൻ്റെ ഗൃഹത്തിൽ ഉള്ളവരെ വരൻ്റെ വീട്ടുകാരറിയിക്കും, വരൻ ഇതാ കടന്നു വരുന്നു, അവനെ സ്വീകരിക്കാനായി കടന്നു വരിക എന്ന്. തങ്ങളുടെ വിളക്കുകൾ എടുത്ത് വധുവിൻ്റെ വീട്ടുകാർ വരനോടൊപ്പം ആഴ്ചകൾ നീണ്ട ഈ വിവാഹ ആഘോഷങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. ഇപ്രകാരമുള്ള ഒരു വിവാഹ വിരുന്നിനെക്കുറിച്ചാണ് ഇന്നത്തെ വചനവും പറഞ്ഞു വെക്കുക. ഒരു വിവാഹ വിരുന്നിന് പുറപ്പെട്ട 10 കന്യകമാർ വരൻ വിവാഹത്തിന് വരാൻ വൈകുകയും ഈ 10 കന്യകമാർ കിടന്നുറങ്ങുകയും പാതിരാത്രിയിൽ മണവാളനിത വന്നു അവനെ എതിരേൽക്കുമെന്നുള്ള ആർപ്പുവിളി ഉണ്ടാകുമ്പോൾ 10 പേർ എഴുന്നേൽക്കുകയും, എന്നാൽ അവരിൽ 5 പേരുടെ വിളക്കുകൾ എണ്ണയില്ലാത്തതിനാൽ അണഞ്ഞു പോവുകയും വിവേകമതികളായ 5 കന്യകമാർ വിളക്കുകളോടൊപ്പം എണ്ണ എടുത്തിരുന്നതിനാൽ അവരോടൊപ്പം മണവറയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുകയാണ്. മറ്റ് വിവേകശൂന്യയായ 5 കന്യകമാർ ഈ വിവാഹ ആഘോഷങ്ങളിൽ നിന്ന്, മണവറയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്യുന്നു. സ്നേഹമുള്ളവരെ,
ഈ വചനഭാഗം എന്താണ് നമ്മളോട് പറഞ്ഞു വെക്കുക? അനേകം പ്രസംഗങ്ങളിൽ, അനേകം ധ്യാന പ്രസംഗങ്ങളിലൊക്കെ കേട്ടിട്ടുള്ളതുപോലെ ഒരുക്കമുള്ളവരായിരിക്കുക, സജ്ജമായിരിക്കുക എന്നുള്ള ഒരു ചെറിയൊരു വിചിന്തനം മാത്രമാണ് ഞാൻ പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുക. സ്നേഹമുള്ളവരെ, ക്രിസ്തീയ വിശ്വാസി എന്ന നിലയിൽ നമ്മൾ എല്ലാവരും ദൈവവിളി സ്വീകരിച്ചവരാണ്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. വീണ്ടും ജെറമ്യാ പ്രവാചകൻ പറഞ്ഞു വെക്കുന്നു, മാതാവിൻ്റെ ഉദരത്തിലായിരിക്കും മുമ്പേ നിന്നെ ഞാൻ അറിഞ്ഞു, വിളിച്ചു, വിശുദ്ധീകരിച്ചു, വേർതിരിച്ചു. പലപ്പോഴും പൗരോഹിത്യവും സന്യാസവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഈ വചനം കൂടുതൽ വ്യാഖ്യാനിക്കപ്പെട്ട് നാം കേട്ടിട്ടുള്ളത്. എന്നാൽ അതിനേക്കാൾ അപ്പുറം ഇതിന് മറ്റൊരു അർത്ഥമുണ്ട്. എന്താണ് ദൈവത്തിന് എന്നെക്കുറിച്ചും നിന്നെക്കുറിച്ചുമുള്ള പദ്ധതി? എന്താണ് ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മുടെ ദൈവവിളി? വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം വളരെ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്, ഞാൻ പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. ഈ പരിപൂർണതയിൽ എത്തിപ്പെടുക എന്നുള്ളത് മാത്രമാണ് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതി, അല്ലെങ്കിൽ നമ്മുടെ ദൈവവിളി. ഈ ദൈവിക പദ്ധതി നമ്മളിലൂടെ എങ്ങനെയാണ് പൂർത്തീകരിക്കപ്പെടുക എന്നുള്ളതാണ് അടുത്ത ഒരു ചോദ്യം. സ്നേഹമുള്ളവരെ, ഞാൻ പറഞ്ഞു, ക്രിസ്ത്യാനി എന്ന നിലയിൽ നമുക്കൊരു ദൈവവിളിയുണ്ട്. ആ ദൈവവിളി എന്തെന്ന് ചോദിച്ചാൽ, ക്രിസ്തു പരിപൂർണനായിരിക്കുന്നത് പോലെ നാമും പരിപൂർണതയിൽ എത്തിപ്പെടുക. ഈ ദൈവവിളിക്ക് രണ്ട് മാനങ്ങളുണ്ട്. ഒന്നത് തീർത്തും വ്യക്തിപരമാണ്, രണ്ടാമത്തേത് സാമൂഹ്യപരവും. വ്യക്തിപരമായ ഈ വിളിക്ക് എങ്ങനെയാണ് നാം പ്രത്യുത്തരം കൊടുക്കുക? വിലാപങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം 19-ാം വചനം വളരെ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്, നാൽക്കവലകളിൽ വിശന്ന് തളർന്നു വീഴുന്ന നിന്റെ കുഞ്ഞു മക്കൾക്ക് വേണ്ടി രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റ് ഉറക്കെ കണ്ണുനീരോടെ നിലവിളിക്കുക. സ്നേഹമുള്ളവരെ, സന്യാസത്തിലും പൗരോഹിത്യത്തിലും കുടുംബജീവിതത്തിലും ആയിരിക്കുന്ന നാം ഓരോരുത്തർക്കും കുറേ മനുഷ്യരെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഇവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാൻ നാം കടപ്പെട്ടവരാണ്. രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റിരുന്ന കണ്ണുനീരോടുകൂടി നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ നിന്ന് ശക്തി സംഭരിച്ച് സമൂഹത്തിലേക്ക് നാം ഇറങ്ങുകയാണ്. അവിടെയാണ് ഈ ദൈവവിളിയുടെ രണ്ടാമത്തെ മാനം. മറ്റുള്ളവനെ കരുതാൻ, മറ്റുള്ളവരെയും കൂടെ ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയുമ്പോൾ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും എൻ്റെ സാമൂഹ്യപരമായ ജീവിതത്തിലും ഞാൻ ഈ ദൈവവിളി പൂർത്തീകരിക്കപ്പെടുകയാണ്. സ്നേഹമുള്ളവരെ, ഈ ദൈവവിളി നാം പൂർത്തീകരിച്ചാൽ, അതായത് ക്രിസ്തുവിനെ പോലെ പരിപൂർണതയിലേക്ക് ഉയർത്തപ്പെടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഏത് പാതിരാത്രിയിലും ഏത് ഉറക്കത്തിൽ വിളിച്ചാലും മരണത്തിൻ്റെ കാഹളം ഏത് സമയത്ത് മുഴങ്ങിയാലും നാം എല്ലാവരും ഒരുക്കമുള്ളവരായിരിക്കും. ഒരുക്കമുള്ളവർ അല്ലെങ്കിലോ എന്ത് സംഭവിക്കും? ഉത്തമഗീതം 5-ാം അധ്യായം 6-ാം വചനം പ്രകാരം പറയുന്നുണ്ട്, എൻ്റെ പ്രിയനായി ഞാൻ കാത്തിരുന്നു, പക്ഷേ അവൻ അപ്പോഴേക്കും പോയി കഴിഞ്ഞിരുന്നു. ഞാൻ അവനെ അന്വേഷിച്ചു, കണ്ടെത്തിയില്ല. ഞാൻ അവനെ വിളിച്ചു, അവൻ വിളി കേട്ടില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ചോദിച്ചാൽ, പ്രാർത്ഥനയുടെ കാര്യം വരുമ്പോഴേക്കും ഇന്ന് ക്ഷീണമായി, നാളെ പ്രാർത്ഥിക്കാം, അങ്ങനെ നാളെ നീണ്ടുപോകും. അല്ലെങ്കിൽ മറ്റൊരാൾക്ക് സഹായം ചെയ്യണമെങ്കിൽ അടുത്ത വട്ടമാകാം, അല്ലെങ്കിൽ അടുത്തൊരു സമയത്താവാം. ഇങ്ങനെ നമ്മുടെ പദ്ധതികളും പ്ലാനുകളെല്ലാം നാളേക്ക് നീട്ടിവെക്കുക. വചനം കൃത്യമായിട്ട് പറയുന്നു, ഞാൻ എൻ്റെ പ്രിയനായി കാത്തിരുന്നു, പക്ഷേ അവൻ അപ്പോഴേക്കും അവിടെ നിന്ന് പോയി കഴിഞ്ഞിരുന്നു. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മുടെ ജീവിതത്തിലുള്ള യുവത്വത്തിൻ്റെ ആ ഒരു തിളപ്പും ഊർജ്ജസ്വലതയും ആരോഗ്യവും എല്ലാം പോയി കഴിയുമ്പോൾ നാളേക്ക് തിരികെ വരാമെന്ന് ചിന്തിക്കുമ്പോഴേക്കും സമയം അതിക്രമിച്ചിരിക്കും. അവിടെയാണ് ജാഗരൂകത നഷ്ടപ്പെട്ട മനുഷ്യരെ പോലെ ഏത് സമയവും മരണം നമ്മെ വന്ന് വിളിക്കും.
ആ സമയത്ത് കൃത്യമായ ഒരു ഉത്തരം കൊടുക്കാൻ നമുക്ക് സാധിക്കുകയില്ല. അവിടെ ഈ 5 കന്യകമാരെ പോലെ, വിവേകശൂന്യരായ 5 കന്യകമാരെ പോലെ ആ നിത്യമായ മണവറയിൽ നിന്ന് നമ്മളും പുറന്തള്ളപ്പെടും. സ്നേഹമുള്ളവരെ, നിത്യജീവിതത്തിൻ്റെ മണവറയിലേക്ക് പ്രവേശിക്കാൻ ഏത് സമയവും മരണത്തിൻ്റെ കാഹളം മുഴങ്ങിയാലും അതിന് ഉത്തരം കൊടുക്കാൻ നമുക്ക് വ്യക്തിപരമായും സാമൂഹ്യപരമായും ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിക്കൊണ്ട് ഈ ദൈവവിളി അതിൻ്റെ പരിപൂർണതയിൽ ക്രിസ്തു പറയുന്നത് പോലെ ഞാൻ പരിപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുമെന്നുള്ള വലിയൊരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് നയിക്കാം. അവിടെ ക്രിസ്തു അവൻ്റെ ആ ഒരു വലിയ വിളിക്ക് നമുക്ക് മറുപടി കൊടുക്കാനായിട്ട് സ്നേഹമുള്ളവരെ, ആ ദിവസമോ മണിക്കൂറോ നമ്മൾക്ക് അറിയായികയാൽ നമുക്ക് ഒരുക്കമുള്ളവരായിരിക്കാം. നിത്യമായ മണവറയിൽ നമ്മെല്ലാവരും ഒന്നിച്ചായിരിക്കുന്ന വലിയൊരു സൗഭാഗ്യത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. അതിനായിട്ട് ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.